ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ എങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കി എടുക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പെട്ടെന്ന് തന്നെ നോക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ മക്കളെ, നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഗ്രാഫുകളെ കുറിച്ചാണ് അല്ലെ. പലതരത്തിലുള്ള ഗ്രാഫുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ലൈൻസ് വെച്ച് വരയ്ക്കുന്ന ഗ്രാഫുകൾ ഉണ്ട്, ബാറുകൾ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫുകൾ ഉണ്ട്, സർക്കിൾ വെച്ച് വരയ്ക്കുന്ന ഗ്രാഫുകൾ ഉണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള ഗ്രാഫുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം പഠിക്കാനുള്ളത് ലൈൻ ഗ്രാഫിനെ കുറിച്ചാണ്. ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ ഗ്രാഫാണ് അല്ലെ. നമുക്ക് വരയ്ക്കാനുള്ളത് ലൈൻ ഗ്രാഫാണ്, നമുക്ക് പഠിക്കാനുള്ളതും ലൈൻ ഗ്രാഫിനെ കുറിച്ചാണ്. അപ്പോൾ ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ഡാറ്റ ദാറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൈൻ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാർ ഗ്രാഫ് എന്തിനാ മിസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ വാല്യൂസ്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ് 8 കുറെ ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ. 8ാം ക്ലാസ് എ, 8th ബി, 8th സി എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാർ ഗ്രാഫ് വെച്ച് കാണിക്കാം. ബാർ ഗ്രാഫ് വെച്ച് കാണിക്കാം. നേരെ മറിച്ച് പാസ് പെർസെൻറ്റേജ്, ഒരു പെർട്ടിക്കുലർ ഇയർ, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള കുട്ടികൾ, പാസ്സായ കുട്ടികളുടെ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ലൈൻ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് കാണിക്കാവുന്ന ഒരു ഓവർ എ ടൈം പീരീഡ്, ഒരു ടൈം പീരീഡിലേക്കുള്ള ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈൻ ഗ്രാഫുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലൈൻ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. ലൈൻ ഗ്രാഫ് കാഴ്ചയിൽ ഇതേപോലെ ഇരിക്കും. അപ്പൊ നിങ്ങളൊക്കെ നല്ല ഫിറ്റ്നസ് ഫ്രീക്കുകളായിരിക്കും അല്ലെ, നല്ലോണം എന്താ പറയാ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്പർ ഓഫ് പുഷപ്സ്, നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന പുഷപ്പുകളുടെ എണ്ണം ഒരു ലൈൻ ഗ്രാഫ് ആക്കി കാണിച്ചു എന്ന് വിചാരിക്കുക. അതായത് സൺഡേ മുതൽ സാറ്റർഡേ വരെ എടുക്കുന്ന പുഷപ്പുകളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫാക്കി പ്ലോട്ട് ചെയ്യാം. സൺഡേയിൽ 25, മൺഡേയിൽ 15, വെനസ്ഡേ 5, അങ്ങനെ ട്യൂസ്ഡേ 25, ഇങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ മാർക്ക് ചെയ്ത് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്താൽ ലൈൻ ഗ്രാഫായി. സിമ്പിൾ അല്ലെ. ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഈസി. ഇനി നിങ്ങൾക്ക് എങ്ങനെയാ ചോദ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേബിൾ തരും, എന്നിട്ട് പറയും ഈ ഡാറ്റ ഉപയോഗിച്ച് ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറയും. ഓക്കെ, അങ്ങനെ ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ് വരയ്ക്കുക. ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ് വരയ്ക്കുക. എക്സ്, വൈ, എക്സ് കോർഡിനേറ്റ്സ്, വൈ കോർഡിനേറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എന്നിട്ട് എക്സ് ആക്സില് ടൈമും വൈ ആക്സിസിൽ ടെമ്പറേച്ചറും മാർക്ക് ചെയ്യാം. ടൈം എക്സ് ആക്സില്, ടെമ്പറേച്ചർ വൈ ആക്സിലും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നോക്കുക ടൈം ഏതൊക്കെയാണ്, 6 AM, 10 AM, 2 PM, 6 PM. കറക്റ്റ് അല്ലേ? 6 AM, 10 AM, 2 PM, 6 PM. ഇതാണ് നമ്മളുടെ ഡാറ്റ. ഇനി ടെമ്പറേച്ചർ നോക്കുക. ടെമ്പറേച്ചറിൽ ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 35ഉം ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 40ഉമാണ്. അതായത് നമ്മുടെ ഈ ഗ്രാഫ് ഉപയോഗിച്ച് 35ഉം 40ഉം മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 35 മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ 2, 4, 6, 8 ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ 30യിൽ എത്താൻ തന്നെ കുറെ സമയം എടുക്കും. അപ്പൊ നമ്മൾ ഏതെടുത്താലും അവിടെ എത്താൻ കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെയാണ് നമ്മൾ കിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ബ്രേക്ക് ഇവിടെ വരയ്ക്കുന്നത്. ഇത് എന്തിനാ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞങ്ങൾ ഇവിടെ 0യിൽ നിന്ന് തുടങ്ങി, 0യിൽ തുടങ്ങിയിട്ടാണ് ഡാറ്റ തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം 35ന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 35ന് പകരം വേറെ എന്തെങ്കിലും എടുക്കാം. 30 മുതൽ എടുക്കാം. 30, 32, 34, 36,
38, 40. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് 2, 4, 6 എന്ന് പറഞ്ഞ് തുടങ്ങി. ഗ്രാഫ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 0, 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരച്ചത്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് 30 മുതലാണ്. 2, 4, 6, 8 അങ്ങനത്തെ വാല്യൂ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ഗ്രാഫ് വരയ്ക്കാൻ ഞങ്ങൾക്ക് ഏത് മുതൽ മതി? 30 മുതൽ മതി എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാധനം ഇവിടെ വരയ്ക്കുന്നത്. ഇത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 30, 32, 34 ആ ഓർഡർ തെറ്റിക്കരുത്. 30, 32, 34, 36, 38, 40 എന്ന് തന്നെ എഴുതുക. എന്നിട്ട് നോക്കുക, 6 AM ടെമ്പറേച്ചർ 37 ആണ്. 6 AM ടെമ്പറേച്ചർ 37 കുത്തിടുക. 10 AM 40, 2 PM 38, 6 35. ഇങ്ങനെ കുത്തിട്ട് വെക്കുക. ഇതേപോലെ ഉണ്ടാവും കുത്തിട്ട് വെച്ചാൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ നമ്മൾ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യാം. കഴിഞ്ഞു, നമ്മുടെ ലൈൻ ഗ്രാഫായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലൈൻ ഗ്രാഫ് വരയ്ക്കേണ്ട. ആദ്യം എന്ത് ചെയ്യണം? ഒരു എക്സ് ആക്സ് വരയ്ക്കണം, വൈ ആക്സ് വരയ്ക്കണം. എക്സ് ആക്സിൽ നമ്മളുടെ ടൈം പീരീഡ് മാർക്ക് ചെയ്യുക, വൈ ആക്സിൽ ടെമ്പറേച്ചർ ആണോ എന്താണോ തന്നത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നിനും ഇവിടെ നോക്കി, ഈ സാധനം കിങ് എന്ന് പറയും ബ്രേക്ക്. ഒരു ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ 0 തുടങ്ങി 2, 4, 6, 8, 10 എന്ന് പറയുന്ന ഡാറ്റയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 30 മുതൽ മതി എന്ന് കാണിക്കാനാണ് ഈ ഒരു സാധനം ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുക, എന്താ പറയാ, ഇങ്ങനത്തെ ഗ്രാഫ് തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. റെഡി? അടുത്തത് അപ്ലിക്കേഷൻസ് ആണ്. സം അപ്ലിക്കേഷൻസ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേഴ്സസ് ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ലാണ്. നമ്മളെ വീട്ടിൽ ഒരുപാട് കറണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി വരും അല്ലേ? അതായത് ഈ കറണ്ട് ബിൽ എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ബില്ല് കൂടി വരും. അതായത് നമ്മളുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബില്ല് എന്ന് പറയുന്നത്. നമ്മൾ യൂസേജ് കൂട്ടുമ്പോൾ ബില്ലും ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പൊ ഇതിനെയാണ് ഡിപ്പെൻഡന്റ് എന്നും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നത്. അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്, ബില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി കൂടിയാൽ ബില്ലും കൂടും. ബില്ല് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കാം, പെട്രോൾ അടിക്കുന്നത്. നമ്മൾ കൂടുതൽ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ കൂടുതൽ പൈസയാവും അല്ലെ? പെട്രോൾ എത്ര അടിക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്, അത് ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എത്ര കൂടുതൽ അടിച്ചാലും പെട്രോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടി വരും. അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. റെഡി? അങ്ങനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേഴ്സസ് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കുക, നമുക്ക് ഇതേപോലെ നേരെയുള്ള ഒരു വരയാണ് കിട്ടുക. ഇങ്ങനെ കിട്ടുന്ന വരയ്ക്കുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ്, ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഗ്രാഫ്. എന്താണ്? ലീനിയർ ഗ്രാഫ്. എ ലീനിയർ ഗ്രാഫ് ഈസ് എ കണ്ടിന്യൂസ് സ്ട്രേറ്റ് ലൈൻ മെയ്ഡ് ബൈ ജോയിനിങ് സെവറൽ പോയിന്റ്സ്. ഒരുപാട് പോയിന്റ്സിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ലീനിയർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയോ, പെട്രോളും കോസ്റ്റും നമ്മൾ ഗ്രാഫ് വരച്ചാൽ കൃത്യം ഇതേപോലെ കിടക്കും. ഇവിടെ നോക്കിക്കോ, 10 ലിറ്റർ പെട്രോളിന് 500 രൂപ, 15 ലിറ്റർ പെട്രോളിന് 750. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് പറയാൻ പറ്റും 25 ലിറ്റർ പെട്രോളിന് എത്രയാണ്? 1250 രൂപ. ഈ ഗ്രാഫ്, ലീനിയർ ഗ്രാഫിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തരാത്തൊരു പോയിന്റ് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 22.5 ലിറ്റർ പെട്രോളിന് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വരച്ചാൽ മതി. 1100 രൂപയായിരിക്കും. അതായത് നമുക്ക് അറിയാത്ത ഡാറ്റാസ് വരെ നമുക്ക് ഈ ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുക, ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്നത്, ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നുണ്ട്. നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ആദ്യം എന്ത് ചെയ്യണം? എക്സ് ആക്സ് വരയ്ക്കണം, വൈ ആക്സ് വരയ്ക്കണം. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ, വൈ ആക്സിസിൽ കോസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നോക്കുക, 10 ലിറ്റർ 5
10, 15, 20, 25 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. എക്സ് ആക്സില് 500 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ട് വേണ്ടി വരും വരയ്ക്കാൻ. 100 എടുക്കാം, 200, 300, 400, 500, 600, 700 അങ്ങനെ 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 പോകും. ഇനി നോക്കുക, 10 ലിറ്റർ പെട്രോളിന് 500 റുപ്പീസ് ആണ്. 15 ലിറ്റർ പെട്രോളിന് എത്രയാണ്? 750 ആണ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ ഗ്രാഫ് വരും. ഇതേപോലെ നമ്മുടെ ഗ്രാഫ് വരും. ഈ ഗ്രാഫ് നോക്കി നമുക്ക് വേണമെങ്കിൽ 25 ലിറ്റർ ഓഫ് പെട്രോളിന് എത്രയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതാ നോക്കിക്കോ, 25 നേരെ മുകളിലേക്ക് വരയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പൊ എത്രയാണ്? 1250 രൂപ. അപ്പോൾ ലീനിയർ ഗ്രാഫിന്റെ പ്രത്യേകതയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. അതേപോലെ എത്ര ലിറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര പെട്രോൾ ആണ് എന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റെഡി? അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് ലീനിയർ ഗ്രാഫ്, എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഗ്രാഫുകൾ വരയ്ക്കാൻ, എന്താണ് ലൈൻ ഗ്രാഫ്, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ ഇതേപോലുള്ള ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സ് ഫുൾ കൺസെപ്റ്റ് ഇതേപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 1 ഷോട്ട് ആയിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.